അപ്പം നാളെയാണ് കേട്ടോ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് തിരിച്ച് ദേഹ്രാദൂൻ പോകാനുള്ള. അപ്പോൾ ഇന്നൊരു ദിവസമാണ് എനിക്ക് പാക്കിങ്ങിന്. ഒരു ദിവസം മതി, എനിക്ക് ഒരു ദിവസം പോലും വേണ്ട. അപ്പോൾ സർ ഇനി നെക്സ്റ്റ് ഇന്നിപ്പോൾ എനിക്കൊരു 1 ഡേ. അപ്പോൾ ഈ നെക്സ്റ്റ് ഇനി സ്ട്രോബെറി ലിബാം ഇട്ടാലോ പാറുവിൻ്റെ തല്ലി കൊല്ലും, വേണ്ട ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി പെട്ടെന്ന് എനിക്ക് പോയി പാക്കിങ്ങിനെ ചെയ്യണം. അപ്പോൾ പാക്കിങ് എനിക്ക് ബേസിക്കലി അങ്ങനെ അധികമൊന്നുമില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും ഞാനൊരു എന്താ പറയുക ജാക്കറ്റും ഒരു ജീൻസും എൻ്റെ മാത്രം, അതും ഒരു പേരോ, കാരണം ബാക്കിയൊക്കെ ഡ്രസ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല. പിന്നെ റൂഡിയുടെ കുറച്ച് ഉടുപ്പ് അതെടുക്കാനുണ്ട്, അത് കുറേ കൊണ്ടുവന്നായിരുന്നു അവിടുന്ന്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകണം തിരിച്ച്. ചിപ്സ്, അങ്ങനെ അലുവ, അത് എനിക്കായിട്ടല്ല അവിടുത്തെ ആൾക്കാർക്ക്, അതായത് എൻ്റെ ഓഫീസിലും വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാനായിട്ട്. കാരണം ഞാൻ ആക്ച്വലി അധികം ഇത് ഇവിടെ നിന്ന് ഒരുപാട് തിന്നു. ഇനിയിപ്പോൾ പോയി തിന്നണ്ടല്ലോ, വേറെ ഞാനൊരു 2026 ഒരു നല്ലൊരു ഡയറ്റിംഗ് എന്നല്ല, ഈ ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ വന്നപ്പോൾ ഒരു ബിഗ് സൈസ് ട്രോളി ബാഗൊക്കെ കൊണ്ടുവന്നത്, അതായത് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നിറച്ച് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് നമ്മുടെ ഈ നാട്ടിലെ അരിയില്ല, എന്താ അതിൻ്റെ പേര്, ജയ റൈസ്. അതെനിക്ക് കുറച്ചൊന്ന്, കാരണം ചിലപ്പോഴൊക്കെ ഒരു ജയ റൈസ് ഫുഡ് അടിക്കാൻ തോന്നിയാൽ അപ്പോൾ ജയ റൈസ് ഇച്ചിരി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അവൾ ഫുക്കറ്റിൽ പോയി. അവളുടെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം വെച്ചാൽ അവൾ ഭയങ്കര അടിപൊളി മീൻസ് ഷീസ് ലൈക്ക് ഒറ്റയ്ക്ക് അവൾ എന്നുവെച്ചാൽ ഫുൾ ലോകം കീഴടക്കുന്ന ടൈപ്പാണ് അവൾ. ഒറ്റയ്ക്ക് എവിടെയും പോവുക, ഷീസ് ലൈക്ക് അവൾക്കൊരു പേടിയില്ല, അവളിങ്ങനെ ഭയങ്കര അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്ന ടൈപ്പ്. അപ്പോൾ കുറേയൊക്കെ എനിക്ക് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒറ്റയ്ക്കാണ് എപ്പോഴും. നമുക്ക് ഇപ്പോൾ ആൾക്കാർ ചുറ്റും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി ലൈഫിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ സർവൈവ് ചെയ്യാൻ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സോ ഞാൻ എൻ്റെ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കുറച്ച് പേര് അവർ സോളോ ട്രാവലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇവർക്ക് എങ്ങനെ ഇത്ര ധൈര്യം ഒറ്റയ്ക്കൊക്കെ പോകാനൊക്കെ ഉള്ള. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എനിക്കറിയില്ല, റിയലി ഐ എം സ്കെയർഡ് ഓഫ് ഇറ്റ്. ബട്ട് ഐ തിങ്ക് എനിക്ക് ആ ഒരു ബബിളിൽ നിന്ന് വെളിയിൽ ഇറങ്ങേണ്ടി വരും ഡെഫിനറ്റ്ലി. കാരണം എന്തെങ്കിലും ഒരിക്കൽ ഐ എം അലോൺ. അപ്പോൾ ആ ഒരു ടൈമിൽ പേടിച്ച് വിറച്ച് പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടി. എനിക്കറിയില്ല, എനിക്ക് ഒരു റൂമിലൊക്കെ ഒറ്റയ്ക്ക് കിടക്കാൻ ഗോസ്റ്റിൻ്റെ ആണോ എന്തോന്നല്ല ഇറ്റ്സ് ഗോസ്റ്റ്. കുറച്ചൊരു പണ്ടത്തെ ഹൊറർ സ്റ്റോറീസൊക്കെ എനിക്ക് പേടി വരുമ്പോഴത്തേക്കും പണ്ടത്തെ ഹൊറർ സ്റ്റോറീസൊക്കെ കംപ്ലീറ്റ് എനിക്ക് ഓർമ്മ വരും. ഓ ഗോഡ്. അപ്പോൾ അതെനിക്ക് പേടി. അപ്പം എൻ്റെ അനിയത്തി തന്നെ അവൾ ഈ റൂമിൽ അവൾ ഒറ്റയ്ക്കാണ് ഉറങ്ങുന്നത്. ഞാൻ ഇവളെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഉറങ്ങുന്നത് അങ്ങനെ. ബട്ട് പണ്ടെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആട്ടോ. ഇപ്പം എനിക്ക് ഞാൻ 2 ആഴ്ചയൊക്കെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ്, എനിക്കിപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് തിരിച്ച് ദേഹ്രാദൂൻ പോകുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് ആക്ച്വലി സന്തോഷവും തോന്നില്ല, വിഷമവും തോന്നില്ല, ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. കാരണം നമ്മളൊരു ഏത് സ്ഥലത്താണെങ്കിലും ഒരു 2 ആഴ്ച, ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി എനിക്കൊരു ഓഫീസ് വർക്ക് ഉള്ള ആളാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച കൂടുതൽ ഒരു സ്ഥലത്ത് മാറി നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. കാരണം നമ്മൾ ഡെയിലി ഓഫീസിൽ പോകുന്നു, ഡെയിലി വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 2 ആഴ്ച എവിടെയെങ്കിലും 2 ആഴ്ച വെക്കേഷൻ പോകുന്നത് ദാറ്റ്സ് ഫൈൻ. വെക്കേഷന് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കും, അയ്യോ ജോലി ഇല്ല എന്നുള്ളൊരു. കാരണം നമ്മൾ ഡെയിലി റുട്ടീനിലൊരു പാർട്ടാണ് ജോലി. അപ്പോൾ അതില്ലാതെ വരുമ്പോഴത്തേക്കും ഒരു കിച്ച് ടൈപ്പ് ഉണ്ടാവും. എനിക്ക് ബേസിക്കലി എന്ന് പറയുക, എനിക്ക് വെളിയിൽ പോകണം, കുറേ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണം, കല്യാണം, അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യണം, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. അപ്പോൾ അല്ലാതെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കുറച്ചൊരു മടിയാണ്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഈ വീട് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര കിടുവായിട്ടാണ് ഈ ഇൻറ്റീരിയർ ഡെക്കറൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വ്ളോഗിങ്ങിന് പറ്റിയൊരു വീട് ഇത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട് ഇവിടെ നിന്ന് വിട്ട് പോകാനുള്ള. പിന്നെ റൂഡിയുടെ സ്കൂൾ ഇപ്പോൾ സ്റ്റാർട്ടാവും. 12th തൊട്ട് അവൻ്റെ സ്കൂള് സ്റ്റാർട്ടാവും. വിൻ്റർ ബ്രേക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും പോയല്ലേ പറ്റും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാണ്ട്, ഈ മിസ്സിസ് ഫണ്ണി ബോൺസ് പറഞ്ഞ ബുക്കില്ല, അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇനി ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ, അത്രേ ഉള്ളൂ, ഓവറൊന്നുമില്ല. ജസ്റ്റ് ഒരു 4-5 പേജും കൂടെ കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആവും. ട്വിങ്കിൾ കണ്ണ, അതൊരു കാര്യം പറ്റും. ട്വിങ്കിൾ കണ്ണ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയൊരു പേഴ്സണാണ്. ഞാൻ ആക്ച്വലി കുറേയൊക്കെ സത്യം പറഞ്ഞാൽ ട്വിങ്കിൾ കണ്ണനെ കുറേയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഫേവററ്റാണ് എൻ്റെ. എന്താണെന്ന് ചോദിച്ചാൽ
കുറേയൊക്കെ പുള്ളിക്കാരുടെ കോൺസെപ്റ്റ്സും എൻ്റെ തിങ്കിങ്ങും പുള്ളിക്കാരുടെ തിങ്കിങ്ങും ഒക്കെ ഒരുപാട് ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ ലവ് ഹർ. ഞാൻ പറഞ്ഞു, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും ട്വിങ്കിൾക്കണ്ണനെ. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും തോന്നാറുണ്ട് കേട്ടോ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ബുക്ക് റീഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് 8:30-9 മണിയൊക്കെ ആയി കാണും. 9:30 ഒക്കെ ആകുമ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് വിശക്കുന്നു നല്ലപോലെ. ഞാൻ രാവിലെ എനിക്ക് കുറച്ച് ചിപ്സ് എല്ലാം തിന്നു. ഇത് മറ്റേ പഴുത്ത ബനാനാണ് കേട്ടോ, റൈപ്പ് ബനാന, ബനാന ചിപ്സ്. ഓക്കെ, അപ്പം ഞാൻ എവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഈ ഒരു 2026 കുറേ ഒറ്റയ്ക്കൊക്കെ ട്രിപ്പ്, അതാണ് എൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ സോളോ ട്രിപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സായിട്ട് കുറച്ച് കറങ്ങാനൊക്കെ പോകും. ഞാൻ പറഞ്ഞത്, ഞാൻ ആക്ച്വലി ആസ് എ പേഴ്സൺ എനിക്ക് ബിഫോർ മാരേജ് വരെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ മാരേജ് ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മൈ പേഴ്സണൽ ലൈഫ്. അത് എൻ്റെ ഫാമിലി ഞാൻ ഉദ്ദേശിച്ചത് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ കിഡ്. അപ്പോൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മൈ ഫാമിലി ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു 10 ഇയർസ്, ഇപ്പോൾ 10 ഇയർ 10 വർഷമായിട്ടോ. അപ്പോൾ ഈ 10 വർഷവും ഐ വാസ് ലൈക്ക് മൈ വേൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ് എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ. അപ്പോൾ ആഫ്റ്റർ മാരേജ് ഞാനൊരിക്കലും ഞാൻ ഫ്രണ്ട്സിൻ്റെ പുറകെ അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെയുള്ള എൻ്റെ സ്കൂള്, കോളേജ്, പിന്നെ അതേപോലെ എൻ്റെ ഈ ഓഫീസിലുള്ള ഫ്രണ്ട്സ്, അപ്പോൾ അവർക്കായിട്ട് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്. അത് ത്രൂ ഔട്ട് ദ 10 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അതല്ലാത്ത ന്യൂ ഫ്രണ്ട്സ് എനിക്കൊരിക്കലും, പിന്നെ ന്യൂ ഫ്രണ്ട്സിന് ഞാനിങ്ങനെ ഹായ് ബായ് ഒക്കെ ഉണ്ട്, ബട്ട് എന്നാലും അവരുടെ കൂടെ പോവുകയോ കറങ്ങുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ബിഗ് മിസ്റ്റേക്കായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. ഇപ്പം ഞാൻ മുംബൈയിലേക്ക് ആയിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എന്നുവെച്ചാൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് എനിക്ക് കറങ്ങാൻ പോകാനൊക്കെ പറ്റുമായിരുന്നു. അവരെപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു വരാനൊക്കെ. ബട്ട് എന്തോ എനിക്ക് ഹസ്ബൻഡിൻ്റെയും കൊച്ചിൻ്റെയും വിട്ട് ഒരിടത്ത് പോകുന്ന ഒരു ഭയങ്കര ഒരു അപാരമായ തെറ്റ്, എന്തോ ഒരു അപാരമായ തെറ്റെന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷേ ചുമ്മാ അതൊക്കെ വെറും വേസ്റ്റാണ്. എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇങ്ങനെ എൻ്റെ വീട് ഉണ്ടെങ്കിൽ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ദൈവീത് അങ്ങനെ ഒന്നും ചെയ്യല്ല. ഒരിക്കലും ദൈവീത് ചെയ്യല്ല. ഇതൊക്കെ നിങ്ങൾ പോകണം, പുറത്തിറങ്ങണം, എൻജോയ് ചെയ്യണം. കാരണം നമ്മുടെ ഒരു ലൈഫേ ഉള്ളൂ. ഇപ്പം എനിക്ക് കുറച്ച് എൻ്റെ ഈ 10 ഇയേഴ്സ് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തോ എന്നൊരു ഡൗട്ട്. എനിക്ക് പോകാമായിരുന്നു, ഫ്രണ്ട്സിനോട് കറങ്ങാമായിരുന്നു, അവരോട് ലഞ്ചൊക്കെ കഴിക്കാമായിരുന്നു, ലൈഫ് എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നെ ഐ വോണ്ട് ടു ഗോ വിത്ത് മൈ ഫാമിലി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എൻ്റെ. ബട്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഡിസിഷൻ. അതൊരു നിങ്ങൾക്ക് ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നുണ്ട്, നിങ്ങൾ ഫാമിലി വിട്ട് വെളിയിൽ ഫ്രണ്ട്സിനോട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് തോന്നല്ല ഇനി. കാരണം അതൊന്നും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതൊന്നും ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നേണ്ട കാര്യമല്ല. നിങ്ങൾ പോകണം. യു ഹാവ് ടു ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. നിങ്ങൾ എൻജോയ് ചെയ്യണം ലൈഫ്. കാരണം യു ഓൺലി ലിവ് വൺസ് അല്ലേ. അപ്പോൾ പോവുക, കിട്ടുന്ന സമയമൊക്കെ പോവുക. ഓരോ സെക്കൻഡും നമ്മുടെ ഈ ലൈഫിൻ്റെ ഓരോ സെക്കൻഡും ഇറ്റ്സ് വെരി പ്രഷ്യസ്. അപ്പോൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കണം. ഞാൻ പറയാം 10 ഇയേഴ്സ് എൻ്റെ അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇനിയിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് ഐ മിസ്ഡ് എ ലോട്ട്. കാരണം എൻ്റെ ഒരു ജവാനി പീരീഡ്, അതായത് ഒരു ജവാനിക്ക് എന്താ മലയാളത്തിൽ പറയുന്ന ഒരു യൗവനം ടൈമായിരുന്നു അത്. ആ 10 വർഷം ഞാൻ കളഞ്ഞല്ലോ. എനിക്ക് ശരിക്കും എൻജോയ് ഇതും ഞാൻ എപ്പോഴും യൗവനം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബട്ട് അത് കുറച്ചും കൂടെ ഐ ഗസ് എനിക്ക് പോകാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളൊരു പീരിയഡ്. ബട്ട് പോയില്ല. അതെൻ്റെ മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളങ്ങനെ ചെയ്യുന്ന ഒരാളെങ്കിൽ ദയവീത് ചെയ്യുന്നത് ഇറങ്ങണം. ഇപ്പോഴും ഇനി ഇറങ്ങാൻ താല്പര്യമില്ല. ഇപ്പോഴും നിങ്ങൾ ഹസ്ബൻഡ് കൊച്ച് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഇനിയെങ്കിലും അങ്ങനെ വിചാരിക്കില്ല. നിങ്ങൾ വെളിയിൽ ഇറങ്ങുക, പോവുക, കറങ്ങുക, എക്സ്പ്ലോർ ചെയ്യുക. ഒറ്റയ്ക്കാണെങ്കിലും പോവുക. സോളോ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട്, ഞാൻ പറയില്ല ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എനിക്ക് കിട്ടിയത്. ആഫ്റ്റർ 10 ഇയേഴ്സ് ഒരു ഗ്യാങ് കിട്ടി. ഞങ്ങളൊരു 5-6 പേരുണ്ട് ഗ്രൂപ്പിൽ. 2025 എന്നുള്ള ഇയറിൽ 2015 എൻ്റെ മാരേജ് കഴിഞ്ഞു. 2025 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ട്സിലൂടെ ആദ്യമായിട്ട് പുറത്തിറങ്ങിയത്.
പുറത്തിറങ്ങി അവരോടെ ലഞ്ച് കഴിക്കുന്നു, കറങ്ങി സംസാരിക്കുന്നു. ഈ സംസാരം തന്നെ വലിയൊരു നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ നമുക്ക് പറയുന്നു ഒരാളോട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഫീലിങ്ങും സത്യം പറഞ്ഞാൽ നമുക്ക് തീരില്ല. കാരണം പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു തമാശ ഇത് അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ലോകം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ആൾക്കാർക്ക് സംസാരിക്കുമ്പോഴാണല്ലോ എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു നല്ലൊരു അതെനിക്കൊരു നല്ലൊരു ഇയർ ആയിരുന്നു 2026. ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ചില കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പോയി. ഞാൻ ഇന്നേ വരെ ഒറ്റയ്ക്ക് ഒരിടത്തും കുഞ്ഞിലെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. കൊച്ചിലെ ഇപ്പോൾ എൻ്റെ വീട്ടുകാരങ്ങനെ അധികം ഭയങ്കര സ്ട്രിക്റ്റ് ഫാമിലിയിൽ നിന്നായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ സിനിമയൊക്കെ കാണുന്ന കുറച്ചൊരു അത്ര അലൗഡ് അല്ലാത്തൊരു ഫാമിലിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. കാരണം ആരും എൻ്റെ വീട്ടിൽ നിന്ന് വരാനില്ലാത്തതുകൊണ്ട് ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ ഐ ഗസ് ഐ വാസ് ഇൻ മൈ ടീനേജിലായിരുന്നു തോന്നുന്നു. ഞാൻ പോയിട്ടുണ്ട്. ടീനേജ് ഓർ മൈ ഏർലി 20s വെൻ ഐ വാസ് 21-22 ഇയേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലായിരുന്നു ഞാൻ സിനിമ കാണാൻ പോയിട്ട്. ഞാൻ ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അന്നത്തെ ആ ഒരു ടൈമിൽ എല്ലാവരും ചോദിക്കും ഈ കൂട്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മളല്ല മെയിൻ അതൊരു നിയോഗം പോലെയാണ്. നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ ഇല്ലാത്ത ഒരാൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചാൽ മേ ബി അവരെ കുറേ ഇയേഴ്സ് അങ്ങ് വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ രസം വെച്ചാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഫ്രണ്ട്സ് കിട്ടുക. അപ്പം ഞാനിങ്ങനെ ഭ്രാന്തിയെ പോലെ ആയിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞു, ഇടി നീ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. ആ ഗ്രൂപ്പിലുള്ള തന്നെ അവളൊരു മലയാളിയാണ്. അവൾ എന്നോട് പറഞ്ഞു നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോലും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും കാലം കിട്ടാത്തൊരു സാധനം എനിക്ക് ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ വന്നപ്പോൾ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നല്ല. ഐ വാസ് സോ എക്സൈറ്റഡ്, ഐ വാസ് സോ ഹാപ്പി. ഞാനിങ്ങനെ ഇത് റിയൽ ആണോ അതോ എൻ്റെ സ്വപ്നമാണോ എന്ന് തന്നെ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടുന്നത്. ഒന്ന് ഇമാജിൻ, ഇറ്റ്സ് എ സ്മോൾ തിങ് ഒരു ഫ്രണ്ട്സിനെ കിട്ടുന്നത്. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് സംതിങ് എന്താ പറയുക, സംതിങ് വെരി വെരി പ്രഷ്യസ്. അതായത് രാധുയുടെ ബുക്കാണ് ഇത്, രാധിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പോവുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഫ്രണ്ട്സിനോട് ഡെഫിനറ്റ്ലി പോവുക. ഞാനൊരു കല്യാണത്തിന് ഒറ്റയ്ക്ക് വരെ പോയി. സത്യ ലൈഫിൽ ഞാൻ ഇന്നേ വരെ ഒരു കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ബട്ട് ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് വെൻ വി ഗോ അലോൺ നമുക്കൊരു എന്താ പറയുക ധൈര്യം. എവറിത്തിങ് ഈസ് ഡിഫിക്കൽട്ട് അറ്റ് ദ ഫസ്റ്റ് ടൈം. ബട്ട് പിന്നത് നമ്മൾ പറ്റത്തില്ലേ, ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്നപ്പോൾ ടെൻഷനാണ്. ബട്ട് വൺസ് പോയി കഴിയുമ്പോണ്ടല്ലോ ധൈര്യമായി. ഓക്കെ, അതാണ്. അപ്പോൾ എല്ലാം ആദ്യത്തെ ടൈം ഡിഫിക്കൽട്ടായിരിക്കും, നല്ല ഡിഫിക്കൽട്ടായിരിക്കും. ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പേടി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ എവല്യൂഷനാണ്. അല്ല, കുറേയൊക്കെ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കത്തി അടിച്ചു എന്ന് തോന്നുന്നു. ഞാനിനി പതുക്കെ എൻ്റെ പാക്കിങ് പരിപാടി ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ പെട്ടി കുറേ നേരം കൊണ്ട് പറയുന്നു പെട്ടി പാക്ക് ചെയ്യണമെന്ന്, പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ മടിയൊന്നും കൂടാതെ ഞാൻ ഫസ്റ്റ് പോയി ചെയ്യട്ടെ. സോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ചാനലായിട്ട് റിപ്പോർട്ടർ 24 മണിക്കൂർ ഈ ചാനലാണ് ഇവിടെ 24 മണിക്കൂറും കണ്ടിട്ടിരിക്കുന്നത്. ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, കൊണ്ടുപോകാനിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പം ഞാൻ എൻ്റെ വെളിയിടുന്ന ഉടുപ്പ് ഞാൻ പറഞ്ഞു, ഞാനൊരു പെയർ ഡ്രസ്സായിട്ട് മാത്രമേ വന്നുള്ളൂ. ബാക്കി എൻ്റെ ഉടുപ്പെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റൂട്ടിയുടെ ഒരു വെളിയിടുന്ന ഉടുപ്പും മാത്രം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ തിരിച്ച്. ബിക്കോസ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉറപ്പിച്ച കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് 6 മാസം കഴിഞ്ഞ് വന്നാലും ആ ഒരു വലിയ സൈസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തെടുത്ത് നോക്കിയാൽ കറക്റ്റ് അവൻ്റെ സൈസാണ്. അപ്പോൾ പിന്നെ ഈ 6 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും അത് വെറുതെ വേസ്റ്റ് ആവും, അതിൽ ചെറുതായി പോകില്ലേ. അതുകൊണ്ട് ഞാനത് മാത്രമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. സെക്ഷനിലും എൻ്റെ ഡ്രസ്സാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് താഴെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഇതും പാക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഇപ്പോൾ ആക്ച്വലി ബേസിക്കലി ഇപ്പോൾ വിൻ്റർ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്വെറ്റേഴ്സ്, നല്ല ഇന്നറും സ്വെറ്ററും എല്ലാം
വിൻ്റർ വെയർ എടുത്ത് വെക്കണം, കാരണം അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ തണുക്കും. സോ എനിക്ക് പെട്ടെന്ന് കോളടിക്കണം. എനിക്ക് അവിടെ ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്നറിയോ, തണുപ്പ് മീൻസ് ഫസ്റ്റ് എൻ്റെ തൊണ്ടയൊക്കെ ഒരു പിടിക്കും അത്. പിന്നെ തൊണ്ടവേദന ഇങ്ങനെ കിടന്ന് രാത്രി ഉറങ്ങാനും പറ്റില്ല. രാത്രി മൊത്തം ഇങ്ങനെ തൊണ്ടവേദനിച്ച് ഞാൻ മരുന്ന് കഴിച്ചു. ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് കംപ്ലീറ്റ് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. എന്ന് വെച്ചാൽ കോൾഡായിരുന്നു, എന്താണെന്നറിയില്ല, പനി പോലെയൊക്കെ സംതിങ് എന്തൊക്കെയോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായിരുന്നു. കിടപ്പായിരുന്നു, ഞാൻ കുറേ ദിവസം ലീവ് എടുത്ത് കിടപ്പായിരുന്നു. എന്നിട്ട് അങ്ങനെ ഫൈനലി ഇവിടെ നാട്ടിലെത്തിയപ്പോൾ ഒരു തൊണ്ടവേദനയായിരുന്നു, നല്ല തൊണ്ടവേദനയായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോഴത്തേക്കും വീഡിയോയിൽ കണ്ടാണ് ചായ കുടിച്ച്. ഞാൻ അപ്പം തന്നെ ചായയൊക്കെ കുടിച്ച്, ചൂട് ചായ. പിന്നെ അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് ഓട്ടോമാറ്റിക് അതങ്ങ് പോയി. പോകുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം വെച്ചാൽ അത് തന്നെയാണ്, ഈ തണുപ്പ്. എനിക്ക് അറിയില്ല, ഇനിയിപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ നാളെയല്ലേ പോകുന്നത്, 10-ാം തീയതി എത്തി. കംപ്ലീറ്റ് ഭയങ്കര തണുപ്പ് സീസൺ. പിന്നെ ഫെബ്രും അങ്ങനെ തന്നെയാണ്. മാർച്ചിൽ കുറച്ച് ഹോളിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു ബെറ്റർ ആവുമെന്ന് കണ്ടിട്ടുണ്ട്. മാർച്ചിൽ കുറച്ച് ഓക്കെ ആവും. ഫെബ്രുവരി 15 തൊട്ട് ഓക്കെ ആയി തുടങ്ങുന്നു, ക്ലൈമറ്റ് മാറി തുടങ്ങുന്നു. ബട്ട് അതുവരെ കുറച്ചൊരു കഷ്ടപ്പാടാണ്. എനിക്കിഷ്ടമല്ലോ തണുപ്പ്, കാരണം എന്താ ഭയങ്കര മടി തോന്നും. രാവിലെ എണീക്കാനും ഒക്കെ ഭയങ്കര ഒരു ലേസിനെസ് ഫീൽ ആവുന്നു. ഇതൊക്കെ ഇത്ര ലെയർ ഉടുപ്പാട്ടോ ഞാൻ ഒരു സെറ്റ് ഇടുന്നത്, കാരണം അത്രയ്ക്കും തണുപ്പായതുകൊണ്ട് ലെയറിങ്ങാണ്. ഓരോന്നിൻ്റെ പുറത്തിട്ട് അങ്ങനെ പോകും. അപ്പം ലഗേജിൽ അധികം സാധനവും വരത്തില്ല. ലഗേജിലുള്ള എല്ലാ തുണിയും എൻ്റെ മേത്ത് കാണും. അതേപോലെ തന്നെ എനിക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. എനിക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടോ ഇത് എൻ്റെ നെയിൽസ് കണ്ടോ, നെയിൽ പോളിഷ്. ഞാൻ എത്ര കെയർ ചെയ്യാത്ത ആളാട്ടോ. എനിക്കറിയില്ല, ഞാനിങ്ങനെ നെയിൽ പോളിഷൊക്കെ ഭയങ്കര ഒരുപാട് പേരുണ്ട് ഇങ്ങനെ. ഇത് കണ്ട് തീരെയില്ല, എൻ്റെ നെയിൽസ് ശ്രദ്ധിച്ചറിയാം, തീരെയില്ല. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് പറയാറുണ്ട് ഇട്ട് വെക്കുക. എനിക്ക് ഏറ്റവും മടി കൂടുന്നൊരു കാര്യമാണത്. എനിക്കറിയില്ല, ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കളറും ഇത് മാറിയാൽ തന്നെ അപ്പം തന്നെ ഇത് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് പുതിയ നെയിൽസ്. പക്ഷേ ഞാൻ അത്ര എനിക്കറിയാം, ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ 2026 ഗോൾ സെറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ വേണം. കുറച്ച് ഞാനിങ്ങനെ എന്താ പറയുക, മേക്കപ്പ് ചെയ്യുന്നല്ലാതെ ഈ ഫേഷ്യൽ സംഭവമൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഹെയർ കെയർ ഞാൻ ചെയ്യില്ല, ചകിരി പോലത്തെ ഹെയർ എൻ്റെ. അപ്പോൾ ഇനിയെങ്കിലും നല്ല കുട്ടിയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് എനിക്ക് ആക്ച്വലി ഉണ്ടൊരു അബദ്ധം പറ്റിയത്. പക്ഷേ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. രാവിലെ എനിക്ക് ഫുഡ് അപ്പവും ഇടിയപ്പവും കറിയും ഒക്കെ പഴംപൊരി എല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ വന്നപ്പോഴത്തേക്കും ഒള്ളി ഇടിയപ്പവും അതേപോലെ തന്നെ അപ്പവും മാത്രം വന്നു, അതിൻ്റെ കൂടെ കറിയൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് സ്വിഗ്ഗിയിൽ കംപ്ലയിൻ്റ് ഒക്കെ റേസ് ചെയ്ത് ഫൈനലി അവരെനിക്ക് റീപ്ലേസ്മെൻറ്റ് ഓർഡർ തരാമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനത്തെയൊക്കെ പുതിയ ഉണ്ടായിട്ടില്ല. ഞാൻ വെച്ച് പണ്ടൊക്കെ അപ്പം പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് തരാമായിരുന്നല്ലോ. അപ്പം ഇന്ന് നോക്കിയപ്പോഴത്തേക്കും അവരെനിക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം. അല്ലെങ്കിൽ ഞാൻ അപ്പം ചുമ്മാ വെറുതെ കഴിക്കേണ്ടി വന്നേനെ. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 40 മിനിറ്റോളം വെയിറ്റ് ചെയ്തു എൻ്റെ ഈ ഫുഡൊന്ന് എത്താൻ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ആ ഫുഡ് വന്നത്. അതിന് ശേഷം എഗെയിൻ ഈ സാധനം റീപ്ലേസ്മെൻറ്റ് ഐറ്റം വരാൻ വേണ്ടി എഗെയിൻ അവർ 42 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ എനിക്കാണ് ഭയങ്കര വിശപ്പൊന്നുമില്ല, ബട്ട് കഴിക്കാനുള്ള ഒരാഴ്ച. ഓക്കെ, അപ്പോൾ എന്തായാലും ടിൽ ദെൻ സാധനം എത്തുന്നവരെ എൻ്റെ അടുക്കും പറക്കലും സ്റ്റാർട്ട് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ കുറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഒന്നും ചെയ്തില്ല. ഇനി ഞാൻ ഫോണൊന്ന് സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത്രയും ഉടുപ്പ് നാളെ ഞാൻ ഇട്ടുകൊണ്ട് പോകും. ഞാനും റൂഡിയുടെയും ഞങ്ങളുടെ 2 പേരും. പിന്നെ കരിമങ്കല്യം പോലെയിരിക്കും. മിക്സ് ചിങ്കനും കഴിക്കുന്ന എല്ലാവരും തീറ്റയാണല്ലോ. ചിങ്കൻ ഫോൺ താഴെ വെക്ക്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാം പാക്ക് ചെയ്യട്ടെ ഫ്രണ്ട്സ്. ഞാൻ മോമെൻ്റ് തന്നെ എടുക്കണം നല്ലപോലെ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി ബാക്ക് ടു മൈ വർക്ക് ചെയ്യണം. അതായത് പൂട്ടി ബാക്ക് ചെയ്യുക എന്നുള്ള വർക്ക്. ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ റൂളിൽ 3-4 ബുക്കും കൂടെ എടുത്തിരുന്നു. ഇവിടെ വന്നിട്ട് 2 ആഴ്ച ഉണ്ടല്ലോ. അപ്പോൾ 2 ആഴ്ച ഇതുമായിട്ട് തകർത്ത് പഠിപ്പിക്കാനോ അടുത്ത ഫൈനൽ എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും ചെയ്തില്ല. ചുമ്മാ വെറുതെ ബുക്കും കൊണ്ട് വന്ന് ഒരു ഉപയോഗം പറ്റില്ല. ഇതെല്ലാം അതേപോലെ തന്നെ തിരിച്ച് പാക്ക് ചെയ്യണം. മേക്കപ്പ് ഐറ്റംസ് എനിക്കൊന്നും ഇവിടെ തന്നെ വെക്കാം. നാളെ മേക്കപ്പ് ചെയ്ത് കിട്ടല്ലേ, ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ.
ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഇവളുടെ പാറിൻ്റെ റൂമിൽ വന്നിട്ട് നെയിൽ പോളിഷ് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഇത് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. ഇവിടെ ഈ ഏരിയയിൽ കണ്ടോ കോട്ട് കോട്ട് കോട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു നെയിൽ പോളിഷിൻ്റെ സെറ്റൊക്കെ കണ്ടു. പിന്നെ വൈപ്പും ഞാൻ എടുത്തു. ഇനി എനിക്കൊരു നെയിൽ കളർ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് കിട്ടി കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ ഞാൻ അടിച്ചു മാറ്റി കേട്ടോ. അപ്പോൾ പാറു ഈ വീഡിയോ കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. പിന്നെ അത് മാത്രമല്ല, നിൻ്റെ 2 വൈപ്പ് കണ്ടോ, നെയിൽ പോളിഷ് റിമൂവർ ഞാൻ ഈ യൂസ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. അവളിപ്പോൾ തൈലൻഡിലായിരിക്കും. അവളിത് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോഴേ അറിയുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ നെയിൽ പോളിഷ് സ്റ്റാർട്ട് ആവട്ടെ. ഞാനപ്പോൾ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു, ഈ ആണുങ്ങളുടെ ഒരു പ്രത്യേകത. അതായത് അവരവരുടെ യങ് ഏജിൽ, ഓക്കെ, ഞാനിപ്പം ആക്ച്വലി കുറച്ച് സിറ്റുവേഷനിൽ, സാഹചര്യങ്ങളിൽ, എൻ്റെ പരിസ്ഥിതികൾ, എൻ്റെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. ബട്ട് പൊതുവെ ഇപ്പോൾ ഏത് ആണുങ്ങൾ എടുത്ത് നോക്കിയാലും അവരൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരൊരു യങ് ഏജിൽ, ഇതിപ്പം മോസ്റ്റ്ലി ഇപ്പം ഒരു 60 വയസ്സ് എബോവ് ആയ ആണുങ്ങളുടെ വീട്ടിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ജനറേഷൻ കാണും. ബട്ട് അത് വെച്ച് കണക്കുമ്പോൾ ജെൻസീസ് ഭയങ്കര ബെറ്ററാണ്. കാരണം ജെൻസീസ് ഞാൻ കുറച്ചും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരു ഇക്വാലിറ്റി, ഒരു ആണും പെണ്ണും ഈക്വലായിട്ട്, മാരീഡ് പാർട്ട്നേഴ്സ് ഈക്വലായിട്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അതിന് ജെൻസീസ് കല്യാണം കഴിച്ചവരുണ്ട്. കല്യാണം കഴിച്ചവരുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ അവരുടെ 30s 40s 50s അവരൊക്കെ അവരുടെ പേരൻസൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി, ആണുങ്ങളുടെ ഫാമിലിയിൽ ഒരു ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ അവർ തോണ്ടെ കാണുന്നു ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഫാമിലിയും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് അവരുടെ വൈഫിനെയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് വൈഫ് ആദ്യത്തെ ഒരു 30-40 വർഷം വൈഫിനെ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഫാമിലീനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കാണിച്ചിട്ട് ഓൾ ഓഫ് എ സഡൻ അവർക്ക്, എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്കൊരു 50-60 വയസ്സ് ആകുമ്പോഴത്തേക്കും അവർക്ക് ആരും കാണത്തില്ല. ആ സമയത്ത് ഫാമിലി മെമ്പേഴ്സ് ആരും കാണത്തില്ല. അച്ഛനും അമ്മയൊന്നും അവരെ കാണത്തില്ല. ആ സമയത്ത് സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര അവരുടെ ലൈഫിലായിരിക്കും അല്ലേ. അത് ആരുടെയും തെറ്റല്ല, അങ്ങനെ വേണം ആവാൻ ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ആണുങ്ങൾക്ക് ഭയങ്കര എന്താ പറയണ്ടേ, അവർക്ക് വൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി വരും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ. ഞാനിപ്പോൾ ഈ പണ്ടത്തെ ലേഡീസിനെ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും അങ്ങനെ ഇരുത്തത്തില്ലായിരുന്നു. പണ്ടത്തെ എന്നല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് ലേഡീസിനെ അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇരുത്തില്ല. പിന്നെ ഇപ്പം ലേഡീസ് ഒരുപാട് എഡ്യൂക്കേറ്റഡ്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉള്ളപ്പോഴത്തേക്കും കുറേയൊക്കെ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടെ ജെൻസീസിനെ എനിക്കിഷ്ടം. ജെൻസീസ് അല്ലെങ്കിൽ ഈ 1997 അതാണ് ജെൻസീസ്, 1997 ആകുന്ന ആൾക്കാർ. അവരൊക്കെ ഞാൻ കാണിച്ചാൽ അവർ ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും 2 പേരും കിച്ചൺ വർക്കിലൊക്കെ ആണെങ്കിൽ പോലും 2 പേരും ഒരുമിച്ച് ചെയ്യുന്നു. 2 പേർക്കും ജോലിയുണ്ട്, 2 പേരും ഒരുമിച്ച് കിച്ചൺ വർക്ക് ചെയ്യുന്നു, 2 പേരും ഒരുമിച്ച് വീട്ടിൽ ക്ലീനിങ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താ പറയണ്ടേ, പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ 2 പേരും കൂടെ പാർട്ട്ണർഷിപ്പ് എടുത്ത് നോക്കുന്നു. അങ്ങനെയൊക്കെ. ഈവൻ നമ്മുടെ ജനറേഷനിൽ പോലും ദെയർ ആർ ഹസ്ബൻഡ്സ്, കപ്പിൾസ്, ഞാൻ കപ്പിൾസിനെ പറയത്തുള്ളൂ, കപ്പിൾസ് അവർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, 2 പേരും ഇൻവോൾവായി ഫാമിലി ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വേണം ആവാൻ. അത് അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ, ഈസിനെസ്, നിങ്ങളുടെ ഈ ഫാമിലി ഭയങ്കര സ്മൂത്തായിട്ട് കൊണ്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വലിയൊരു സപ്പോർട്ടാണ്. ഒരു മോസ്റ്റ്ലി ലേഡീസാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഹെൽപ്പാണ്. 2 പേരും ഒരുമിച്ച് നോക്കുന്നു, 2 പേരും ഒരുമിച്ച് ഫൈനാൻഷ്യൽ ആണെങ്കിലും 2 പേരും ഒരുമിച്ച് നോക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫാമിലി സ്മൂത്തായിട്ട് പോകുന്നു വിത്തൗട്ട് എനി ടെൻഷൻ. ഓൾറെഡി ഓഫീസിൽ നമുക്ക് വർക്കിംഗ് ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി വർക്ക് ലൈഫിൽ നല്ലപോലെ ടെൻഷൻ കാണും. അപ്പോൾ അതൊന്നും വീട്ടിൽ ഒരു റിലീഫിനാണല്ലോ എല്ലാവരും വീട്ടിൽ ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ഡേ വരുന്നത്. അപ്പം അത് നല്ല എന്താ പറയുക, നല്ലൊരു വീട്ടിലെ അറ്റ്മോസ്ഫിയർ നല്ലതാവുന്നത് തന്നെയാണ് ശരിക്കും
ഒരു സക്സസ് എന്ന്, നമ്മുടെ ഫാമിലീൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. വെള്ളമുണ്ട്. ആ ഈ പുഴുവൊക്കെ തീരും അതപ്പോ കുറെ നാൾ കഴിയുമ്പോ. ഇപ്പൊ ഒന്ന് തുറന്നു നോക്കിയത് എനിക്ക് അതിൻ്റെ അപ്പുറത്തെ വഴിയാ. എന്നിട്ട് അവരത് പറയുന്നത് ചെടിയിലിടണമെന്നല്ലേ?